ദില്ലി ചലോ മാർച്ചിനൊരുങ്ങുന്ന മുന്നോടിയായി കർഷകരെ അനുനയിപ്പിക്കാൻ യോഗം വിളിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ചണ്ഡീഗഡിൽ നാളെ 5 മണിക്കാണ് യോഗം. കൃഷിമന്ത്രി അർജുൻ മുണ്ട, ഭക്ഷ്യമന്ത്രി പീയൂഷ് ഗോയൽ, ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. യോഗത്തിൽ പങ്കെടുക്കണമെന്നാവശ്യപ്പെട്ട് കിസാൻ മോർച്ചയ്ക്കും കിസാൻ മസ്ദൂർ മോർച്ചയ്ക്കും കത്തയച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ചയാണ് കർഷകരുടെ ഡൽഹി ചലോ മാർച്ച് നിശ്ചയിച്ചിരിക്കുന്നത്. നോബൽ മാരിക്കാരൻ ചേരുന്നു. നോബൽ മാരിക്കാരൻ, ഒരേ ഒരു തവണ മാത്രമാണ് മോദി സർക്കാർ മുട്ടുകുത്തിയത്. അത് കർഷകരുടെ മുന്നിലാണ്. വീണ്ടും കർഷകർ മാർച്ചിനെത്തുമ്പോൾ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പഞ്ചാബിലും ഹരിയാനയിലും രാജസ്ഥാനിലും അടക്കം ഈ കർഷകരുടെ നീക്കം തിരിച്ചടിയാകുമെന്ന് ഭയന്നാണോ ഈ ദില്ലി മാർച്ചിന് മുൻപായി ഈ കർഷകരുടെ ആവശ്യങ്ങൾ പരിഹരിക്കാം എന്ന ഉറപ്പ് നൽകിക്കൊണ്ടുള്ള ഒരു കൂടിയാലോചനയാണോ ഇപ്പോൾ നടക്കുന്നത്? അരുൺ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഒരു കർഷക പ്രതിഷേധം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ തന്നെ പ്രതികൂലമായി ബാധിക്കും എന്ന് സർക്കാരിന് അറിയാം. പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വിവിധ സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, അതോടൊപ്പം തന്നെ പഞ്ചാബ്, ഹരിയാന, മധ്യപ്രദേശിന്റെ ഭാഗങ്ങൾ, മഹാരാഷ്ട്രയുടെ ഭാഗങ്ങളിലൊക്കെ ഈ കർഷക പ്രതിഷേധങ്ങൾ ശക്തമാകാനുള്ള സാധ്യത ഉണ്ട് എന്ന വിലയിരുത്തലും കേന്ദ്ര സർക്കാരിനുണ്ട്. ആ സാഹചര്യത്തിൽ എത്രയും വേഗം ഈ കർഷക സമരം, പ്രത്യേകിച്ച് വരുന്ന ചൊവ്വാഴ്ചയാണ് ദില്ലി മാർച്ച് നിശ്ചയിച്ചിരിക്കുന്നത്. ആ മാർച്ചിന് മുന്നോടിയായി നാളെ വൈകിട്ട് തന്നെ കർഷക സംഘടനകളുമായി ചർച്ചകൾ നടത്തിക്കൊണ്ട് പരിഹാരത്തിലേക്ക് പോകാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ചണ്ഡീഗഡ് കേന്ദ്രീകരിച്ചുകൊണ്ട് പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിൽ 3-അംഗ സമിതി ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിശോധിച്ചു വരികയും ചെറിയ ആശയവിനിമയങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും ഔദ്യോഗികമായ ചർച്ച നാളെ വൈകിട്ട് 5 മണിക്കാണ് നിശ്ചയിച്ചിരിക്കുന്നത്. സംയുക്ത കിസാൻ മോർച്ച, നോൺ പൊളിറ്റിക്കൽ വിഭാഗവും അതോടൊപ്പം തന്നെ കിസാൻ മസ്ദൂർ മോർച്ചയ്ക്കുമാണ് ഇപ്പോൾ ഇതിലേക്ക് ക്ഷണം ലഭിച്ചിരിക്കുന്നത്. ഈ 2 സംഘടനകളുടെ കീഴിൽ 200ഓളം സംഘടനകളാണ് ഈ ദില്ലി മാർച്ചിന് എന്താണെങ്കിലും ഒരുങ്ങിയിരിക്കുന്നത്. എന്താണെങ്കിലും നിരവധി സാഹചര്യത്തിൽ, അതായത് 3 മന്ത്രിമാരുൾപ്പെടെ ഇതിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അത് കൃഷിമന്ത്രിയുണ്ട്, അതോടൊപ്പം തന്നെ പീയൂഷ് ഗോയലുണ്ട്, അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയുണ്ട്. ഈ 3 പേർ കൂടി ചർച്ച നടത്തിക്കൊണ്ട് എത്രയും വേഗം പ്രശ്നപരിഹാരം ഉണ്ടാക്കുകയാണ് ലക്ഷ്യം. പക്ഷേ പ്രധാനമായും കർഷകർ മുന്നോട്ടുവയ്ക്കുന്ന ആവശ്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, താങ്ങുവില ഉറപ്പാക്കാൻ നിയമനിർമ്മാണം, അല്ലെങ്കിൽ താങ്ങുവില ഉറപ്പാക്കൽ, അതോടൊപ്പം തന്നെ വിള ഇൻഷുറൻസ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ആദ്യമേ സൂചിപ്പിച്ച മുൻ കർഷക സമരത്തിൽ എടുത്ത FIR ഉൾപ്പെടെ റദ്ദാക്കുക എന്നുള്ളതാണ്. പ്രശ്നപരിഹാരം വേഗത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ ചർച്ചകളിലേക്ക് പോയാലും ഒരു പരിഹാരം പെട്ടെന്ന്, പ്രത്യേകിച്ച് നാളെ വൈകിട്ട് നടക്കുന്ന ഒറ്റ ചർച്ച കൊണ്ട് ദില്ലി മാർച്ച് നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. ചണ്ഡീഗഡിൽ നടക്കുന്ന ഈ അനുനയ നീക്കം ഫലം കാണാൻ സാധ്യത കുറവാണെന്നാണ് നോബൽ പറയുന്നത്. തീർച്ചയായും, കാരണം കർഷകരുടെ ആവശ്യങ്ങൾ അത്ര വലുതാണ്. ഒറ്റയടിക്ക് കേന്ദ്ര സർക്കാർ അനുകൂലമായി അതിനൊരു നിലപാട് സ്വീകരിക്കും എന്ന് നമ്മൾ കരുതുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ചർച്ചകൾ നടത്തിക്കൊണ്ട് പ്രശ്നപരിഹാരത്തിലേക്ക് എത്താനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. മറുവശത്താണെങ്കിൽ ഈ ചർച്ച പരാജയപ്പെട്ടാലും സമരത്തെ നേരിടാൻ വേണ്ട ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ പഞ്ചാബ്, അതോടൊപ്പം തന്നെ ഹരിയാന, ഒപ്പം ദില്ലി മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്നുണ്ട് എന്നും പ്രധാനപ്പെട്ട കാര്യമാണ്. പഞ്ചാബും അതോടൊപ്പം ഹരിയാനയും അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങൾ എല്ലാം അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ ബാരിക്കേഡുകൾ നിർത്തി, ഒപ്പം കോൺക്രീറ്റ് പാളികൾ ഉൾപ്പെടെ റോഡുകളിൽ നിർത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇന്ന് അർദ്ധരാത്രി മുതൽ 2 ദിവസത്തേക്ക് ഹരിയാനയിൽ ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തും. അതോടൊപ്പം തന്നെ കൂട്ടമായി SMS അയക്കുന്നതിന് നിയന്ത്രണം ഉണ്ടാകും. ഡോങ്കിളുകളുടെ ഉൾപ്പെടെ ഉപയോഗത്തിന് നിയന്ത്രണം ഉണ്ടാകും എന്നാണ് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. അത്തരത്തിൽ ചൊവ്വാഴ്ച നടക്കുന്ന ദില്ലി ചലോ കർഷക മാർച്ച് പ്രതിരോധിക്കാനുള്ള നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ. ഒരു